ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വൈൻ അപ്ഡേറ്റ്സ്. സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കറൻ്റ്ലി അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകൾ ഏതൊക്കെ, അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് അപേക്ഷ സമർപ്പിച്ച സ്കോളർഷിപ്പുകളിൽ ഏതൊക്കെ സ്കോളർഷിപ്പുകളുടെ ലിസ്റ്റാണ് റീസെൻ്റ്ലി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തുടങ്ങിയ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാൻ ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ കൂടുതലായിട്ടും സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കേരള ഗവൺമെൻറ് കീഴിലുള്ള മൈനോറിറ്റി വെൽഫെയർ, മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നേരത്തെ തന്നെ വിവിധ സ്കോളർഷിപ്പുകൾ, APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്, CH മുഹമ്മദ് ഗോയ മെമ്മോറിയൽ സ്കോളർഷിപ്പ്, അതേപോലെ സിവിൽ സർവീസ് ഫ്രീ റീഇംബേഴ്സ്മെൻറ്റ്, അതേപോലെ CA, ICAA, CMA, അതുപോലെ മദർ തെരേസ സ്കോളർഷിപ്പ്, പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി, ഇങ്ങനെയുള്ള വിവിധ സ്കോളർഷിപ്പുകൾ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പറയുന്ന സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ റീസെൻ്റ് മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിൽ പ്രധാനപ്പെട്ട രണ്ട് സ്കോളർഷിപ്പാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതിലൊന്നാമത് നേരത്തെ അപ്ഡേറ്റ് ചെയ്ത മാർഗ്ഗദീപം സ്കോളർഷിപ്പാണ്. അപ്പോൾ മാർഗ്ഗദീപം സ്കോളർഷിപ്പ് എന്ന് പറയുമ്പോൾ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനൽ രണ്ട് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ മാർച്ച് 12-ാം തീയതി വരെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇതുവരെയും കാണാത്തവർ തൊട്ട് താഴെയുള്ള വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പറയുന്ന പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ സഹിതം നിങ്ങൾ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സഹിതം നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്ന സ്കോളർഷിപ്പാണ് മാർഗ്ഗദീപം സ്കോളർഷിപ്പ്. മാർച്ച് 12-ാം തീയതി വരെ നിലവിൽ ലാസ്റ്റ് ഡേറ്റ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു സ്കോളർഷിപ്പാണ് ഉറുദു സ്കോളർഷിപ്പാണ്. അപ്പോൾ ഉറുദു സ്കോളർഷിപ്പ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നിലവിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC വിഷയങ്ങളിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉറുദു ഭാഷയുടെ പ്രോത്സാഹനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് നൽകുന്ന പ്രധാനപ്പെട്ട സ്കോളർഷിപ്പാണ്. നിലവിൽ 2023-24 അധ്യയന വർഷത്തിൽ ഉറുദു ഭാഷ 1ാം ഭാഷയായിട്ടെടുത്ത് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ ഗ്രേഡ് നേടിയവർക്കും, കൂടാതെ 2ാം ഭാഷയായിട്ട് ഉറുദു ഭാഷ 2ാം ഭാഷയായിട്ടെടുത്ത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ പറയുന്ന ഉറുദു സ്കോളർഷിപ്പ്, ഇബ്രാഹിം സുലൈമാൻ സൈഡ് ഉറുദു സ്കോളർഷിപ്പ് നൽകുന്നത്. അപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. 1000 രൂപയാണ് സ്കോളർഷിപ്പ്. അപ്പോൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 14/3/2025 അപ്പോൾ 14/3/2025 വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കുക. നേരത്തെ അപേക്ഷ കൊടുത്ത സെയിം വെബ്സൈറ്റ് തന്നെ ഇവിടെ കാണാൻ സാധിക്കും. മൈനോറിറ്റി വെൽഫെയറിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന് മൈനോറിറ്റി വെൽഫെയർ .kerala.gov. എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഉറുദു സ്കോളർഷിപ്പ് ഈ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. നേരത്തെ ഈ പറയുന്ന മൈനോറിറ്റി വെൽഫെയറിനെങ്കിൽ ഏതെങ്കിലും സ്കോളർഷിപ്പ്, അബ്ദുൽ കലാം അല്ലെങ്കിൽ ജോസഫ് മുണ്ടശ്ശേരി ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഇവിടെ ലോഗിൻ ചെയ്താൽ മതി. വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഉറുദു സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിന് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ നേരത്തെ ഈ പറയുന്ന മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്ത് ഈ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ പറയുന്ന രണ്ട് സ്കോളർഷിപ്പാണ് ഇപ്പോൾ കറണ്ട് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സ്കോളർഷിപ്പ്. ഒന്ന് മാർഗ്ഗദീപം സ്കോളർഷിപ്പ്, രണ്ടാമത് ഉറുദു സ്കോളർഷിപ്പ്. ഓക്കെ. ഇനി നമുക്ക് നിലവിൽ വിദ്യാർത്ഥികൾ ഓൾറെഡി വിവിധ സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സ്കോളർഷിപ്പുകളിൽ ഇപ്പോൾ റീസെൻ്റ്ലി പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സ്കോളർഷിപ്പാണ് പ്രൊവിഷണൽ ലിസ്റ്റ് ഓഫ് SMS BPL സ്റ്റുഡൻസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് BPL വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. BPL വിഭാഗത്തിൽപ്പെട്ട 85% അതിലധികവും മാർക്ക് നേടിയ വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക, നിലവിൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് ഈ പറയുന്ന SMS, സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് BPL വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ്, എലിജിബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രൊവിഷണൽ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും BPL വിഭാഗത്തിൽപ്പെട്ടവർ സർട്ടിഫിക്കറ്റ് BPL വിഭാഗത്തിൽ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെയുള്ള ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഡേറ്റ്. അപ്പോൾ എന്തായാലും സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിൻ്റെ ലിസ്റ്റ് ഇവിടെ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ ആരെങ്കിലും സ്കോളർഷിപ്പ് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിക്കുക. അതിൽ പഠിക്കുന്ന കോളേജുമായി ബന്ധപ്പെട്ടാൽ ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്കോളർഷിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഒരു ലിസ്റ്റ് ഈ ഒരു ലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് BPL വിഭാഗത്തിൽ 651 പേരുടെ പ്രൊഫഷണൽ ലിസ്റ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിഭാഗത്തിൽ
വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഈ സ്കോളർഷിപ്പ് എലിജിബിൾ ആയിട്ട് വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ 5-3 വരെയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് നിങ്ങൾക്ക് അത് ഹെൽപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് പ്രസിദ്ധീകരിച്ച് ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്കോളർഷിപ്പ് ആൻഡ് പ്രൊവിഷൻ ലിസ്റ്റ് SMS-DPL. ഇനി അതേപോലെ രണ്ടാമതായിട്ട് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച മറ്റൊരു ലിസ്റ്റാണ്, അതൊരു ഫൈനൽ ലിസ്റ്റ് ഓഫ് PG സ്റ്റുഡൻസ്, അതായത് PG വിദ്യാർത്ഥികൾക്കുള്ള റിസർച്ച് അവാർഡിൻ്റെ സ്കോളർഷിപ്പ് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റിസർച്ച് അവാർഡ് ഇനിയും പരിശോധിക്കാത്തതുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അത് PhD വിദ്യാർത്ഥികൾക്കുള്ള റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പാണ്. ഇനി അതേപോലെ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ച, അത് ജനുവരി മാസം ലാസ്റ്റ് ഫെബ്രുവരി 1 പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് നോർമൽ വിഭാഗത്തിൽപ്പെട്ട, അതായത് 1050 വിദ്യാർത്ഥികൾക്ക്, അതായത് 90% അതിൻ്റെ മുകളിൽ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് നേരത്തെ തന്നെ അതായത് ജനുവരി ലാസ്റ്റോടുകൂടി പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ആരെങ്കിലും ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ അതായത് സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് 1050 വിദ്യാർത്ഥികളുടെ ലിസ്റ്റാണ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോയെന്ന് പല മേഖലയും ചോദിച്ചിരുന്നു. അപ്പോൾ നിലവിൽ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട 3-4 സ്കോളർഷിപ്പുകളാണ് റീസെൻ്റ്ലി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സ്കോളർഷിപ്പ്. ഇനി ബാക്കിയുള്ള സ്കോളർഷിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് മൈനോറിറ്റി വെൽഫെയറിൻ്റെ കീഴിലെ സ്കോളർഷിപ്പൊക്കെ നിങ്ങൾ നേരത്തെ ഒരുപാട് അപ്ലൈ ചെയ്ത, അത് APJ, ജോസഫ് മുണ്ടശ്ശേരി അങ്ങനെയുള്ള പല സ്കോളർഷിപ്പുകളുടെയൊക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് സ്കൂൾ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴി തന്നെ നിങ്ങൾക്ക് ലിസ്റ്റ് ഈ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഈ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി എല്ലാ അപ്ഡേറ്റ്സും, അതായത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട, അതായത് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക്, ഇനി OBC തന്നെ മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ട, അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരമാവധി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും പല വിദ്യാർത്ഥികളും സ്കോളർഷിപ്പ് കഴിഞ്ഞതിന് ശേഷം, അപേക്ഷാ സമയം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കാൻ, അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നത്. പരമാവധി എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ, പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.